നമ്മൾ നാടക സ്ഥലത്ത് ചെല്ലുമ്പം അന്നൊക്കെ നടികളെ ഭയങ്കര പുച്ഛത്തോടു കൂടി കാണും. എന്നിട്ട് പോലും നാടക നടിയാണെന്നുള്ള ഒരു കാര്യം കൊണ്ട് ഗേറ്റ് തുറന്നു കൊടുത്തില്ല. കാപാലികയുടെ വേഷ വിലയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ റൂമിൻ്റെ പുറകെ വന്ന് നിന്നിട്ട് ചേച്ചി ഇപ്പം അത്രയും തരാനില്ല, 500 ഒളിഞ്ഞു നോട്ടമൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം ഉണ്ടല്ലോ ഒരു ബ്ലേഡ് എടുത്ത് വെച്ചിരുന്നൊരു ഒരു കീറം കൊടുത്തു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കാശ് എണ്ണാൻ വന്നപ്പോ അതിലുണ്ട്. പിന്നെ നാടക സ്ഥലത്ത് ചെല്ലുമ്പോ ഈ വിജയകുമാരി എന്നുള്ളതുകൊണ്ടായിരിക്കും വിജയരാഘവൻ എന്നുള്ള പേര് പെങ്ങളാണെന്നുള്ള. ഇപ്പൊ അമ്മ കഥാപാത്രമൊക്കെ കുറവല്ലേ, ഉണ്ടെങ്കിൽ തന്നെ 2 ദിവസം. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. കാര്യം കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു വളരെ സന്തോഷമുണ്ടെന്ന്. അതിലുപരി സന്തോഷമുണ്ട് ഈ ഒരു ആർട്ടിസ്റ്റോട്ട് ഇരിക്കുന്നത്. അമ്മ കഥാപാത്രങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കൊല്ലത്തിൻ്റെ ഇറ്റലമായിട്ടുള്ള നാടകം ഏറ്റവും കൂടുതൽ വരുന്ന കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കൊല്ലത്ത് കുറേ ആൾക്കാർ നാടക ആർട്ടിസ്റ്റുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു മികച്ച ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ആക്ട്രസ്സാണ്. കുറേ സീരിയൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചേച്ചി നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ പല ആൾക്കാരുമായിട്ട് താരതമ്യപ്പെടുത്തി സഹോദരങ്ങളായിട്ടൊക്കെ വരും. ഞാൻ കൂടുതലായിട്ട് നീട്ടുന്നില്ല. വിജയകുമാരി ചേച്ചി, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? എന്തോ ഒരു ഐശ്വര്യം ഫേസ് കാണുമ്പോഴത്തേന്. എനിക്ക് പെട്ടെന്ന് ഓടി വരുന്ന കവിയൂർ പൊന്നമ്മ അമ്മയാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മവേഷം ചെയ്യാൻ ഇപ്പോൾ ഇതുപോലെയുള്ളൊക്കെ ആൾക്കാർ കുറവാണ്. കാരണം പൊന്നമ്മ ചേച്ചിയും ലളിത ചേച്ചി, സുകുമാരി ചേച്ചി എല്ലാവരും പോയി അല്ലേ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ പറയാറുണ്ട്. നാടകത്തിൽ നിന്നാണല്ലോ വരുന്നത്. നാടകം എന്ന് പറയുന്നത് ലൈവായിട്ടുള്ളൊരു ആർട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ടുള്ളൊരു, എനിക്കൊന്ന് കലയിൽ ഏറ്റവും കൂടുതൽ എഫേർട്ടുള്ളൊരു ആർട്ടാണ് നാടകം. ഡയലോഗ് ഡെലിവറി ഡയറക്റ്റായിട്ട് പറയാം, പ്രോംപ്റ്റ് ചില സമയം കാണില്ല. അതൊരു എക്സ്പീരിയൻസ് എന്ന് പറയാം. നല്ലത് ചീത്തയാണെങ്കിൽ അപ്പം തന്നെ അറിയാമല്ലോ. കൂവൽ വരും, കയ്യടി വരും. നല്ലതാണെങ്കിൽ ഗ്രീൻ റൂമിൽ വന്ന് അഭിനന്ദിക്കും, അപ്പൊ തന്നെ കിട്ടും. ഇത് പിന്നെ ടെലികാസ്റ്റ് ചെയ്തൊക്കെ അല്ലേ നമ്മൾ ചീത്തയും നല്ലതും അറിയാം. നാടകത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിസ്സാര എക്സ്പീരിയൻസ് അല്ല. ഞാൻ 28 വർഷം ഉണ്ടായിരുന്നു പ്രൊഫഷണൽ നാടകം. സമിതി NN പിള്ള സാറ്, സംഘചേതന, ശ്രുതി, ദേശാഭിമാനി, KPSC, തുടക്കം KPSC ആണ്. പിന്നെ കാളിദാസ കലാകേന്ദ്രം, മുകേഷ് ചേട്ടൻ്റെ. അങ്ങനെ ഒട്ടുമിക്ക സമിതിയിലും ഉണ്ടായിരുന്നു. വടക്കോട്ടെ പോയിട്ടില്ല. വടക്കോട്ടുള്ള സമിതികളിലൊന്നും പോയിട്ടില്ല. ഒരു എറണാകുളത്തിന് ഇപ്പുറത്തേക്കുള്ള ഒരുപാട് കൊല്ലം. പക്ഷേ ഇതെല്ലാം മികച്ച ട്രൂപ്പുകളല്ലേ? അതെ, മികച്ച ട്രൂപ്പുകളാണ്. ഈ നമ്മൾ നാടകം കളിക്കാൻ ആ സമയത്ത് 28 വർഷം മുമ്പ് ചേച്ചി കുറച്ചും കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ വേദിയിൽ നിൽക്കുമ്പോഴേ ചില വിദ്വാന്മാരുണ്ട്, നാടകം കാണാൻ വേണ്ടി മാത്രം, നടികളെ കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഡയറക്റ്റ് കമന്റ്സ് ഒക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഞാൻ കാപാലിക എന്ന് പറഞ്ഞ NN പിള്ള സാറിന്റെ നാടകത്തിൽ കാപാലികയുടെ വേഷ. കാപാലിക എന്ന് പറയുന്ന ഈ മോശം ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു ദിവസത്തിന് 5000 മുതൽ 10000 വരെ വിലയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ റൂമിൻ്റെ പുറകെ വന്ന് നിന്നിട്ട് ചേച്ചി ഇപ്പം അത്രയും തരാനില്ല, 500 എന്നുവെച്ചാൽ അവരത് ശരിക്കും ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കാണുകയാണ്. നമ്മൾ സ്റ്റേജിലാണ്, നാടകമാണെന്നൊക്കെ മറന്നിട്ടേ. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മളൊന്നും മിണ്ടത്തില്ല. എന്ത് പറയാനാ, ഗ്രീൻ റൂമിന്റെ വെളിയിൽ നിന്ന് ആരാന്ന് പോലും അല്ല, കേട്ടോ നമ്മൾ ചിരിക്കും, അത് ആസ്വദിക്കും. നമ്മളിപ്പോൾ അതിനെ ഇതാക്കണ്ട. കാരണം അവൻ അത്രയും നാടകം ആസ്വദിച്ചു എന്നുള്ളതാണ്. തേന്മാവൻ കൊമ്പത്തെ സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് നടിയെ കാണാൻ വേണ്ടി മാത്രം സീരിയൽ ബുക്ക് ചെയ്യുന്നത്, ശോഭന ചേച്ചിയെ കാണാൻ വേണ്ടി. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. നടികൾ എത്രയുണ്ടെന്ന് ആദ്യം ചോദിക്കുന്നത്. നാടകം ബുക്ക് ചെയ്യുമ്പോൾ എത്ര നടികളുണ്ട് എന്നാ ചോദിക്കുന്നത്. കാരണം ഇന്നത്തെ പോലെ ഇത്രയും സജീവമല്ലല്ലോ. ഇന്നിപ്പോ ഒരുപാട് വിനോദോപാധികളുണ്ട്. അന്നൊന്നും നാടകം മാത്രമാണ്. ചിലപ്പം ഒരുപാട് ദൂരെ യാത്ര ചെയ്തൊക്കെ വേണം ഒരു നാടകം കാണാൻ. അപ്പൊ അതിന് ഒരാഴ്ചത്തെ ഒരുക്കമാണ്. കാരണം ഞാനും ഒക്കെ കുഞ്ഞിലേ അങ്ങനെ പോയിട്ടുണ്ട്. നമ്മുടെ കൊല്ലത്ത് ഭരണിക്കാവ് ക്ഷേത്രത്തിൽ 40 ദിവസത്തെ ഉത്സവം. അപ്പോൾ നമ്മളും ഒക്കെ പായൊക്കെ ചുരുട്ടി പോയിട്ടുണ്ട്. നാടകം, കഥകളി, കഥാപ്രസംഗം ഇതെല്ലാം ഒറ്റ ദിവസമായിരിക്കും. അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചത് ആ സമയത്ത്, അതായത് ഈ പൈസ മുടക്കുന്ന ആൾക്കാരെ കുറെ ഏമാന്മാർ വന്നിരുന്നു. അതെ അതെ, അങ്ങനെ നാടകത്തിൽ ഒരുപാട് തമാശകളുണ്ട്. പിന്നെ പെണ്ണുങ്ങളുടെ ഗ്രീൻ റൂമിന്റെ അവിടെ ഈ ചെറ്റയല്ലേ, അവിടെ ഇങ്ങനെ നമുക്ക് അട്ടം കെട്ടിത്തരാം ഡ്രസ് മാറാനൊക്കെ. അവിടെ വന്ന് തട്ടലും ഈ ഒളിഞ്ഞു നോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് നമ്മളത് അപ്പം
നമ്മളിപ്പുറം വന്ന് നോക്കുന്നുണ്ടെ കമ്മിറ്റിക്കാർ എന്ത് അത് അവിടെ ഭയങ്കര ശല്യം, ഇന്ന് നോക്കിക്കോ ഇവരെ ഇപ്പൊ ശരിയാക്കുമെന്ന് പറഞ്ഞു പോകും. ഒരു പ്രാവശ്യം ഉണ്ടല്ലോ ഒരു ബ്ലേഡ് എടുത്ത് വെച്ചിരുന്നൊരു ഒരു കീറങ്ങ് കൊടുത്തു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കാശെണ്ണാൻ വന്നപ്പോ അതിലുണ്ടാ മുറിവ് കണ്ടെത്തിയല്ലേ എന്ത് പറയാൻ പറ്റും? നമ്മളാ ചോദിക്കുന്ന മോശമല്ല, ആളാണെന്ന് മനസ്സിലായി. ആ ആള് തന്നെ ആരാണെന്നും പറഞ്ഞ് നോക്കട്ടെന്നും പറഞ്ഞു പോകുന്നത്. പിന്നെ ഞങ്ങള് തലവെത്തിച്ച് ആണുങ്ങളെല്ലാം വിചാരിച്ചത് എന്താ ഇവര് ചിരിക്കുന്നത് പിന്നെ പറയുന്നത്. സംഭവം പുള്ളി അറിഞ്ഞു കാണത്തില്ല, പെട്ടെന്ന് ഇറങ്ങി വരും ചോദിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ വന്നാൽ പുള്ളിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. കാരണം പുള്ളി തന്നെ ഇത് എണ്ണി കൊടുക്കുകയും വേണം. അപ്പോണ്ട് കൈയൊക്കെ വെച്ച് കെട്ടിയേക്കും. ഇവിടെ ഇങ്ങനെ തോണ്ടി സൗണ്ട് കേട്ടപ്പോ ഒറ്റ പോകുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് ഗ്രീൻ റൂമിന്റെ അവിടെ വന്നിട്ട് താഴോട്ട് കുഴിയാണ്, എങ്ങനെ അവിടെ വന്നെന്ന് അറിയത്തില്ല. എങ്ങനെ പിടിച്ച് അവിടെ വന്ന് നമ്മള് എല്ലാരും കൂടെ ശക്തി ഒരു തള്ളുകൊണ്ട് വീഴുന്ന ഇല്ല ഉപ്പിയാക്കി വീഴുന്ന പോലെ ശബ്ദം കേട്ടില്ലേ? അങ്ങനെ ഒരുപാട് അനുഭവം സൗണ്ട് മാത്രമേ കേട്ടാണ്. അല്ലെ ആ സമയത്ത് ഇറങ്ങി നോക്കിയായിരുന്നു, ആരാന്ന് ഇറങ്ങി നോക്കി? ഇല്ല നോക്കാൻ പറ്റത്തില്ല, ഭയങ്കര കുഴി, നമുക്കൊന്ന് ഇരുട്ടുവാണ്. അതിന്റെ അറ്റത്ത് അല്ല അതിലെ പാടവാ ഓടിപ്പോയി. പക്ഷേ നമുക്ക് ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്? ബാഡായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മള് നാടക സ്ഥലത്ത് ചെല്ലുമ്പം അന്നൊക്കെ നടികളെ ഭയങ്കര പുച്ഛത്തോടു കൂടി കാണുന്നത്. എന്താണെന്നറിയില്ല, ചിലപ്പം നാടകം എന്ന് പറയുമ്പോൾ സാമ്പത്തികം കുറവായതുകൊണ്ടാണോ എന്നറിയില്ല. അവസാനം ഇപ്പൊ സീരിയലിൽ അഭിനയിച്ച ആ ആള് തന്നെയാണ് ഞാൻ. സീരിയലിൽ അഭിനയിച്ചിട്ട് അയ്യോ വീട്ടിലൊന്ന് കയറിയിട്ട് പോയി എന്ന് ചോദിക്കുന്നവരുണ്ട്. നടികളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ തൊഴിലല്ലേ, അഭിനയം എല്ലായിടത്തും നാടകമായാലും സിനിമയായാലും സീരിയലായാലും ഒറ്റ അഭിനയമാണ്. അതിന്റെ എന്താണ് ഇങ്ങനെ ശരിക്കും കലാകാരികൾ നാടക കലാകാരികളാണ് അല്ലേ? നമ്മുടെ ശബ്ദം നമ്മളപ്പം തന്നെ അഭിനയിക്കുന്നു. ഇത് ചിലപ്പോൾ ശബ്ദം വേറെ ആരെങ്കിലും ആയിരിക്കും കൊടുക്കുന്നത്, ഡബ് ചെയ്യുന്നത് വേറെ ആൾക്കാരായിരിക്കും. അപ്പോൾ ശരിക്കും യഥാർത്ഥ കല അതാണ്. പിന്നെ എന്താണ് ആൾക്കാർ അങ്ങനെ കാണുന്നതെന്ന്. അതുകൊണ്ട് ഒരിടയ്ക്ക് ഞാൻ ഒരു വീടുകളിലും പോയിരിക്കില്ലായിരുന്നു, നാടക വണ്ടിയെ തന്നെ ഇരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഗ്രീൻ റൂം കെട്ടിത്തരും അവിടെ. കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്തിന് വിജയകുമാരി ചേച്ചി ഞാനും കൂടെ, മുകേഷ് ചേട്ടൻ്റെ അമ്മയും ഞാനും കൂടെ അവിടെ സഹകരിക്കുമ്പം ഒരു വീട്ടിലൊന്ന് ബാത്റൂം പോകാൻ, അത് ഈ ട്രിവാൻഡ്രം സൈഡിലോട്ടാ, ഒരു വീട്ടിൽ ചെന്നിട്ട് ഗേറ്റ് തുറന്നു തന്നില്ല. അവരാരാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. അവരുടെ ആ ചുറ്റുപാടും അവരുടെ വീടും അതിനേക്കാൾ ഭയങ്കര വീട്ടിൽ നിന്നാണ് അവർ വരുന്നത്. എന്നിട്ട് പോലും നാടക നടിയാണെന്നുള്ള ഒരു കാര്യം കൊണ്ട് ഗേറ്റ് തുറന്നു കൊടുത്തില്ല. പിന്നെ തീർച്ചയായിട്ടും അയ്യോ ഞാനൊക്കെ നടിയായത് അമ്മയുടെ അഭിനയം കണ്ടിട്ടാണ്. അതില് ശരിക്കും എല്ലാ സ്റ്റേജിലും ഞാൻ സൈഡിൽ പോയിരുന്നു, അമ്മ അഭിനയിക്കുന്ന ഭാഗം വരുമ്പോൾ കാണും. അത്രയ്ക്ക് ഇഷ്ടം. ഞാൻ ശരിക്കും ഒരു റോൾ മോഡൽ ആക്കിയേക്കുന്നത് അമ്മയാണ്, വിജയകുമാരി അമ്മയാണ്. പറയാൻ ശ്രമിച്ചായിരുന്നു വീട്ടുകാരോട് ഇന്ന ആളാണെന്ന്? ഗേറ്റ് തുറക്കാതെ ഇല്ലില്ല, അതൊന്നും കേൾക്കാനുള്ള ഒരു സന്മനസ്സില്ല അവർക്ക്. ഇല്ല, സംഘാടകർ അവിടെ ഒരുപാട് കുതിരയുടെ പുറകെ നടക്കുകയാണ്. അപ്പൊ അവിടെ ആരുമില്ല, നമ്മളെന്നാ തന്നെ ഇറങ്ങിപ്പോയത് ആ വീട്ടിലൊന്ന് പോയി ചോദിക്കാന്നും പറഞ്ഞ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നാടകത്തിൽ പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ബുക്ക് ചെയ്യുന്ന ആൾക്കാര് ചില മുതലാളിമാര് ഇപ്പം ചില നിബന്ധനകളൊക്കെ വെക്കാറുണ്ട്. ഇപ്പം എത്ര നടിമാരുണ്ടെന്ന് ചോദിക്കും. ചില റൂഡായിട്ടുള്ള ആൾക്കാർ പറയും എനിക്ക് ഇന്ന ആളുടെ കാര്യങ്ങൾ സംസാരിക്കണം, ഒറ്റയ്ക്ക് റൂമിലോട്ട് വരാൻ പറയണം, സംസാരിക്കണം. അങ്ങനെ പ്രൊഫഷണൽ നാടകത്തിൽ സംഭവിച്ചിട്ടില്ല. അത് ഒറ്റ നാടകങ്ങളുടെ കാര്യമാണ് പറയുന്നത്. തട്ടിക്കൂട്ട് നാടകങ്ങളുണ്ടല്ലോ, അതിലൊരാൾ കാശ് മുടക്കും. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല. കാരണം ഉത്തരവാദിത്തപ്പെട്ട സമിതികളെ നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ NN പിള്ള സാറിന്റെ ആയാലും കാളിദാസ് കലാകേന്ദ്ര ആയാലും KPSC ആയാലും സംഘചേതന ആയാലും എല്ലാം ഉത്തരവാദിത്തമുള്ളവരാണ്, അനങ്ങത്തില്ല. നമ്മുടെ കൂടുള്ള ആണുങ്ങളും അങ്ങനെ തന്നെയാണ്. ആവശ്യമില്ലാതെ അവിടെ ഒരു ഇത് കേട്ടാൽ അവർ ചെല്ലും. അതുകൊണ്ട് ഒറ്റ നാടകങ്ങളിൽ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ആ സിനിമയിലെ കാര്യം പറഞ്ഞത്. നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ? പല ഈ ഒറ്റ നാടകങ്ങളിൽ പോയിട്ടുള്ളവർ പിന്നെ പ്രൊഫഷണലായിട്ട് അഭിനയിക്കാൻ വന്ന പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രക്ഷപ്പെട്ടു പോയ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അത് ഈ അമച്ചോർ നാടകം അന്നേരത്തേക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ഇത്. ചേച്ചിയുടെ പേര് ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോഴേ പേര് പെട്ടെന്ന് വരുമ്പോഴത്തേന് NN പിള്ള സാറോട്ടെ വിജയരാമൻ ചേട്ടനോട്ടൊക്കെ സാമീപമായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. 3 വർഷം ഉണ്ടായിരുന്നു. പക്ഷേ പേരടിക്കുമ്പോ ചിലരും ചോദിക്കാറുണ്ട്, അതെല്ലാം ചോദിച്ചിട്ടുണ്ടോ മകളാണോ അല്ലെങ്കിൽ? പിന്നെ നാടക സ്ഥലത്ത് ചെല്ലുമ്പോ ഈ വിജയകുമാരി എന്നുള്ളതുകൊണ്ടായിരിക്കും വിജയരാഘവൻ എന്നുള്ള പേര് പെങ്ങളാണെന്നുള്ള ഒരു ഇതിൽ ചോദിക്കും, പെങ്ങളാണോ? കാരണം സമിതി കളിക്കുന്നു. പണ്ട് കാബാലിക പെങ്ങളാണ് ചെയ്തിരുന്നത്.
ഒരു 50 വർഷത്തിന് മുമ്പ് വിജയരാഘവൻ ചേട്ടൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാൻ ചെയ്തപ്പം അങ്ങനെ ഒരു ധാരണ വെച്ചായിരിക്കും, അങ്ങനെ ഒരു തോട്ട് വന്നോണ്ടായിരിക്കും. ഗൂഗിളിന് തെറ്റുപറ്റി എന്നുള്ളതാണ്. പക്ഷേ വളരെ സന്തോഷമുണ്ട് സീരിയലും സിനിമയൊക്കെ കാണുമ്പോഴും ചേച്ചിയെ സ്ക്രീനിൽ കാണുമ്പോഴും. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റുന്നുള്ളൊരു സിറ്റുവേഷനിലല്ല ഞങ്ങൾ ഇന്ന്, തിരക്കാണെന്നറിയാം. എങ്കിൽ പോലും ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ചേച്ചി. ഈ സിനിമ സീരിയലും തമ്മിൽ ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് ഡിഫിക്കൽട്ട് കൂടുതലും പിന്നെ സീരിയൽ തന്നെയാണ് ഡിഫിക്കൽട്ട് കൂടുതൽ. കാര്യം അധിക സമയം, പിന്നെ നമുക്ക് കുറേ സമയം രാവിലെ നമുക്ക് പഠിച്ചു ചെയ്യാനുള്ള സമയമില്ലല്ലോ. ഒന്ന് വായിച്ചു നോക്കുന്നു, എടുക്കുന്നു. അന്നേരം ഇത്രയും പെർഫെക്ഷനോട് കൂടി അത് ചെയ്യണമെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഒരാൾക്ക് വന്ന് ചെയ്യാൻ പറ്റുന്ന സിനിമ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു സീനായിരിക്കും, 2 സീൻ, ഇവിടെ 14 സീനൊക്കെ ഒരു ദിവസം എടുക്കുന്നത്. അപ്പോൾ ഈ സിനിമ നമുക്ക് പഠിച്ചു ചെയ്യാൻ സമയമുണ്ട്. കാരണം രണ്ടും ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഡയലോഗ് കാണാതെ പഠിച്ച് നന്നായിട്ട് റിഹേഴ്സൽ ചെയ്ത് ചെയ്യാനുള്ള സമയം സിനിമയ്ക്കുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഡയലോഗ് ഇത് ഡയലോഗിന്റെ ഇതാണ്, അവിടെ ഡയലോഗ് കുറവായിരിക്കും. ഇവിടെ ഡയലോഗ് പിന്നെ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അതുമായിട്ട് രണ്ടും കൂടെ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. അഭിനയത്തിന്റെ കാര്യത്തിലല്ല, അല്ലാതുള്ള കാര്യങ്ങളിൽ ഞാൻ പറയാം. അപ്പം എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, സീരിയലിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് ആ പെൺകുട്ടിയുടെ പേര് ചേച്ചിയുടെ അതേ മുഖച്ഛായയാണ്. അനുശ്രീ ആയിരിക്കും. അനുശ്രീ, അതെ. പറഞ്ഞിട്ടുണ്ടോ മകളാന്ന്? അയ്യോ, എല്ലായിടത്തും ഞാൻ എൻ്റെ മകളുമായിട്ട് കാറിൽ പോകുമ്പോൾ ആറ്റിങ്ങലൊരു പെട്രോൾ പമ്പിൽ പിന്നെ പെട്രോൾ അടിക്കാൻ നിർത്തിയപ്പം അവർ മോളും അമ്മയും അപ്പുറം ഇപ്പുറം ചാനലിൽ കിടന്ന് തകർക്കുവാണല്ലോ. അപ്പം എൻ്റെ മോൾ അഭിനയിക്കുന്നില്ല. ഞാൻ ചോദിച്ചാൽ എന്താണ്? അല്ല മോള്. അപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ പറയാം അനുശ്രീയുടെ കാര്യമാണോ? അനുശ്രീ എൻ്റെ മോളല്ല, അതേ എൻ്റെ മോളിരിക്കുന്നു ഇവിടെ. മോളെ കാണിച്ചു കൊടുത്തു. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ഒരു എനിക്കെന്താ ഫേസ് കട്ട് കുറച്ച് ഫേസ് കുറച്ച് ബബ്ലി ആയതുകൊണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും തോന്നിയത്. ഇപ്പൊ എനിക്ക് ക്ലാരിഫിക്കേഷൻ അതെ, എൻ്റെ കൂടെ അവൾ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ചില കോ ആർട്ടിസ്റ്റിനൊക്കെ ചില ഫാമിലി ഇഷ്യൂസ് ഒക്കെ വരാമ്പോൾ അമ്മ എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യാറുണ്ടോ? തുടക്കമൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. എല്ലാവരും അവരവരുടെ ബിസിയുടെ മാത്രമല്ല, എല്ലാവർക്കും അവരവരുടെ താല്പര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ പറയുന്നത് കേൾക്കാനോ ഒന്നുമുള്ള ഒരു താല്പര്യവും ഇല്ല. അത് അവരുടെ കാര്യം എന്നുള്ളത്. ഇപ്പം ഞാൻ തുടക്കമൊക്കെ പറയായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും സംസാരിക്കാറില്ല. ഇപ്പം എനിക്ക് ചേച്ചി നല്ല എൻജോയ് ചെയ്താണ് ഈ ലൊക്കേഷൻ ഉള്ളതെന്ന്. കാര്യം 3 കുട്ടികളുണ്ട്. അവളുമാര് വില്ലത്തികളാ. ഓ സൂപ്പറാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. കാരണം അവർ തന്നെയാണ് ഡബ് ചെയ്യുന്നത്. അവരാണ് ഡബ് ചെയ്യുന്നത്. ഭയങ്കര ടൈമിങ്. അത് തന്നെയല്ല, ഡയറക്ടറൊന്നും അഭിനയിച്ച് കാണിച്ചു കൊടുക്കണ്ട, അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്താൽ മതി പുള്ളി. അപ്പോൾ അവരത് ചെയ്യും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള 2 കുട്ടികളെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. ഒന്നും വേണ്ട, അവർക്കൊന്നും വേണ്ട, അവർക്കങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. നമുക്ക് ആദ്യം തുടക്കം വന്നപ്പോൾ ഞാൻ ഇവരുടെ അഭിനയം കണ്ടപ്പോൾ എനിക്കൊരു ചമ്മലുണ്ടായി. നമ്മളെത്രയോ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അവർ തുടക്കമല്ലേ, അവരുടെ ആ ടൈമിങ്ങും അവരുടെ ആ ഡയലോഗ് ഡെലിവറി എല്ലാം നമുക്കങ്ങ് വല്ലാത്തൊരു, എനിക്ക് സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ. കാരണം എനിക്ക് എൻ്റെ മോൾ അഭിനയിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അവർക്ക് എന്താ പഠിച്ചാൽ മതി, അഭിനയിക്കണ്ട, അമ്മയ്ക്ക് പേരുദോഷം കേൾപ്പിക്കണ്ട എന്നൊക്കെയുള്ളൊരു അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇവർ അഭിനയിക്കുന്ന കണ്ടപ്പോൾ അത് ഭാഗ്യമാണ് കേട്ടോ, അച്ഛൻ്റെ അമ്മയുടെ ഭാഗ്യമാണ്. അതുപോലുള്ള മക്കളൊക്കെ തീർച്ചയായിട്ടും ഭയങ്കര എന്താണ് സ്മാർട്ടാണ്. ഞാൻ ഇന്റർവ്യൂ എടുത്തതാണ് കേട്ടോ. എന്റെ ഊപ്പാട് വരുത്തിച്ചിട്ട്. അപ്പം ചേച്ചി ഇപ്പം ഈ ഒരു ലൊക്കേഷൻ വരുമ്പോൾ പല ആർട്ടിസ്റ്റുണ്ട്. ഇപ്പൊ അലിഫുണ്ട്, അതുപോലെ തന്നെ സ്റ്റെബിനുണ്ട്, അപ്പം അതുപോലെ തന്നെ അവന്തികയുണ്ട്. ഇവരൊക്കെ എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ അതിൽ മോസ്റ്റ് എക്സ്റ്റാബ്ലിഷ് ആണ് ചേച്ചി. പക്ഷെ അതിനകത്ത് വരുമ്പോൾ ആർക്കെങ്കിലും സീനിയോറിറ്റി ആണ് എങ്ങനെ നമ്മൾ ഡയലോഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തെറ്റുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ വരെ പറഞ്ഞു കൊടുക്കാറുണ്ടോ ചിലപ്പം? തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ സ്റ്റെബിനെയും അവന്തിയെയും സംബന്ധിച്ചൊന്നും വേണ്ട, അല്ലാതെ പുതിയ പിള്ളേർ വരുമ്പം അവർ ടെൻഷനാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ മതി മോൾ, അങ്ങനെ എന്നാൽ സപ്പോർട്ട് എല്ലാം ചെയ്യും. കാരണം എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ തുടക്കത്തിൽ നാടകത്തിലൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധി, കാരണം അഭിനയിക്കാൻ അറിയാൻ വയ്യ, ഒരുപാട് പരിഹാസവും ഇതൊക്കെ കേട്ടിട്ടുണ്ട് അന്ന്. അത് സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചുകൂടെ അറിഞ്ഞു പെരുമാറും. അന്ന് അങ്ങനെ ഇല്ലല്ലോ, സീനിയോറിറ്റി വെച്ചിട്ട് അവര് നമ്മളെ എങ്ങനെ ഉപദ്രവിക്കാന്നുള്ള അപ്പൊ ആ ഒരു ഇത്. അതുകൊണ്ട് എൻ്റെ മനസ്സിലെപ്പോഴും നമ്മളങ്ങനെ ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ആരോടും അങ്ങനെ പെരുമാറരുത്. പുതിയ ആൾക്കാർക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു മനസ്ഥിതി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെ. അല്ല അത് നല്ലതാ, നമുക്ക് അങ്ങനെ അത് നേടണം, അതൊരു വിധത്തിൽ നല്ലതാണ്.
ഈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന കൂടുതലാകാതിരുന്നാ മതി. അതിനൊരു അതിർവരമ്പുണ്ട്. അത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെയും ടെൻഷൻ മാറും, അവരുടെയും രീതി മാറും. അതെ എല്ലാവരും മനുഷ്യരാണല്ലോ. അതെ അതെ അതെ. ചേച്ചി ഇപ്പൊ നമ്മൾ സീരിയൽ സിനിമകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, നാടകം ചെയ്തു. പക്ഷെ എങ്കിൽ പോലും ലൈവായിട്ട് ചേച്ചി എന്താണെന്ന് കാണിക്കുന്ന ഒരു ഷോ, അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് കാണിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, ഏഷ്യാനെറ്റിൽ. അതിൽ 1-2 വട്ടം കോൾ വന്നിട്ടുണ്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തുടക്കത്തിൽ ഇങ്ങനെ ആദ്യത്തെ ഇതില് ആദ്യത്തെ സീസണിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് താല്പര്യമില്ല, എനിക്ക് അത്രയും ദിവസമൊന്നും അങ്ങനെയൊന്നും. എന്നാ ചോദിക്കും നാടകം, അത് വേറൊരു ഇത്. നാടകം എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ എന്താണ് ബ്ലഡിലുള്ള സംഭവമാണ്. അത് നമുക്ക് അതിനുവേണ്ടി എവിടെ വേണേലും പോവാം. പക്ഷെ ഇങ്ങനെ പോയി കിടന്നിട്ട് അത് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് നമ്മൾ എന്താണ് കാണിക്കുന്ന ഒരു ഷോയും കൂടാണ്. അതുകൊണ്ടാണോ പോവാഞ്ഞത്? അങ്ങനെയല്ല, നമ്മൾ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് അങ്ങനെ അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ നമ്മളുടെ സ്വഭാവം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ ചെല്ലുമ്പം അങ്ങനെ പറ്റത്തില്ലല്ലോ. നമുക്ക് ഒരു നേച്ചറില്ല, അത്ര അങ്ങനെയുള്ളൂ. പക്ഷേ ചേച്ചിയെ കാണുമ്പോൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാര്യം ചേച്ചി ഒത്തിരിയും സീനിയറാണ്, 3 മേഖലയിൽ നിന്ന് വന്ന ഒരാളാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സിനിമ, സീരിയൽ, നാടകം. ഈ 3 മേഖലയിൽ നിന്നും ചേച്ചിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ സ്റ്റാർട്ടിങ്ങിൽ സിനിമയിൽ കയറുമ്പോഴോ സീരിയലിൽ കയറുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവാറുള്ള, എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവാറുള്ള ഒരു ഇപ്പം പറഞ്ഞ കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയും, പണ്ട് അഡ്ജസ്റ്റ് എന്താണോ എനിക്ക് അതുകൊണ്ടായിരിക്കും എനിക്ക് അവസരം ഇല്ലാതിരിക്കുന്നത് സിനിമയിലായാലും. ഇല്ല, ആരും ചോദിച്ചിട്ടില്ല ഇന്ന് വരെ. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല, ചോദിക്കുന്നത് ക്ഷമിക്കണം, കാര്യം പണ്ടുള്ള അല്ല, ഉണ്ടായിരിക്കാം. പക്ഷെ അത് എന്തോ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. നാടകത്തിലായാലും സീരിയലിലായാലും സിനിമയിലായാലും അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ ചിലരിരുന്ന് പറയുന്ന കേൾക്കാം. അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. ചിലപ്പം ശരിക്കും അവർ തന്നെ ആകണമെന്നില്ല. മനസ്സിലായില്ലേ? എനിക്ക് തന്നെ ചിലപ്പോൾ കോള് വരാറുണ്ട്, ഒരു പരസ്യം ഞങ്ങൾ ഇത്രാം തീയതി വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിളിക്കത്തില്ല. പിന്നെ കുറേ നാൾ അയ്യോ അന്ന് വിളിച്ചതാണ്, അപ്പം നമുക്ക് മനസ്സിലായി ഇതുകൂടായിപ്പോൾ, അയ്യോ ഇല്ല എനിക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്യും. ആണെന്ന് മനസ്സിലാവും. 1-2 പ്രാവശ്യം വിളിച്ചിങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഇന്നത്തെ പിള്ളേർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി. കാരണം ഒരുപാട് അവസരങ്ങളുണ്ട്. കഴിവുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട, ആരെയും ഭയക്കേണ്ട ഉണ്ട്. ഒരുപാട് അവസരങ്ങളുണ്ടെന്ന്. എങ്ങനെയാണേലും ഏത് മേഖലയിലാണേലും തൊഴിൽ ചെയ്യാനുള്ള ഒരുപാട് അവസരമുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ അഭിനയ സീരിയൽ ഇപ്പൊ 40 സീരിയലോളം നടക്കുന്നുണ്ടേ. അപ്പൊ ഒരു സീരിയലിന്റെ പുറകില് അഭിനേതാക്കൾ ഉൾപ്പെടെ 60-75 പേരോളം ഉണ്ട്. 40 സീരിയൽ, അത്രയും പേരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നില്ലേ? അതാ പറഞ്ഞത്, എല്ലാവരോടെ ചേർന്ന് അഭിനയിക്കുന്നവരൊരു 10-20 പേര് കാണും. ബാക്കിയെല്ലാം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാ, ഡയറക്ടറും എല്ലാം. അപ്പൊ അത്രയും പേരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നില്ലേ? ചേച്ചി ഇപ്പൊ ടോട്ടൽ എത്ര സീരിയലായി? ഞാനിപ്പോ 3 സീരിയൽ ചെയ്യുന്നുണ്ട്. ടോട്ടൽ എത്ര അഭിനയിക്കുന്നു? ഇപ്പം അഭിനയിച്ചു കഴിഞ്ഞു? അങ്ങനെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ എണ്ണം എടുത്തിട്ടില്ല. നാടകത്തിന്റെ മാത്രമേ അറിയാവുള്ളൂ. നാടകം ഞാൻ ഒരുപാട് സ്റ്റേജ്, ഏതാണ്ട് KPSC തന്നെ 2 സമിതിയിലൂടെ എല്ലാ നാടകങ്ങളും അഭിനയിക്കാൻ പറ്റി. മുടിയനായ പുത്രൻ കമ്മ്യൂണിസ്റ്റാക്കി, പിന്നെ പാഞ്ചാലി, മൃച്ഛകടിയം, മൂലധനം, ഒരുപാട്. അല്ല, KPSC സംബന്ധിച്ച് പഴയ നാടകങ്ങളും കളിക്കുന്നുണ്ട്. ഇടകലർന്ന ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റാക്കി ആണെങ്കിൽ നാളെ മൃച്ഛകടികമായിരിക്കും. അങ്ങനെ 2 സമിതി ഉണ്ട്. ഇപ്പോഴും കളിക്കുന്നുണ്ടല്ലോ KPSC. അങ്ങനെ കളിക്കുന്നുള്ളൂ. 2-3 നാടകം അവരിപ്പോഴും കളിക്കുന്നുണ്ട്. ഇപ്പം ചേച്ചിക്ക് KPSC ഒരു വിളി വന്നാൽ പോവോ നാടകത്തിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഈ മേഖലയിലേക്ക് വന്നില്ലേ, എപ്പോഴെങ്കിലും അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചൊക്കെ ഇതൊക്കെ ഒന്ന് മതിയാക്കി നാടകം ചെയ്യണമെന്നുള്ള. കാരണം നാടകമാണ് നമ്മളുടെ ശ്വാസം പോലും. അതുകൊണ്ട് ചെയ്യണം. ഞങ്ങൾ ഈ അടുത്തിടെ ഒരു 6-7 വർഷത്തിന് മുമ്പ് പ്രമാണി എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടല്ലോ, അതെടുത്ത് ഞങ്ങൾ സീരിയൽ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ കളിച്ചു. 10-12 സ്റ്റേജ് കളിച്ചായിരുന്നു. അതൊരു കൊതിയുടെ പുറത്ത് നാടകത്തിൽ നിന്ന് വന്നവരായിരുന്നു. കോട്ടയം റഷീദ് ഖാൻ, ഞാൻ, മരിച്ചുപോയ വലിയശാല രമേശ്, കനകലത ചേച്ചി മരിച്ചുപോയി. മരിക്കുന്നതിനൊക്കെ 6 വർഷം മുമ്പ് അങ്ങനെ കളിച്ചായിരുന്നു. സീരിയൽ ആർട്ടിസ്റ്റുകളുടെ നാടകം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തായിരുന്നു. ഈ ചേച്ചി ഇപ്പം എനിക്ക് തോന്നുന്നു 1000 പുറത്തായിട്ടുണ്ട് എല്ലാം കൂടെ, സീരിയല്, സിനിമ, നാടകം എല്ലാം കൂടെ. 1000 ആയിട്ടില്ല, അത്ര ആയിട്ടില്ല കേട്ടോ. എന്നാലും ഒരു 10-500-നകത്ത് വരും എല്ലാം കൂടെ. സിനിമ ഇപ്പം റീസെന്റ് ആയിട്ട് ഇനി ഇറങ്ങാനുള്ളത് സൂപ്പർ സ്റ്റാർ കല്യാണി എന്ന് പറഞ്ഞൊരു ചെറിയ പടമാണ്. അതാണ് ഇനിയിപ്പോൾ. അത് ഡബിംഗ് ഒന്നും ആയില്ല. പിന്നെ ഒരു 2 പടം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പടം ചെയ്തിട്ടേ നമുക്ക് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. കാരണം ഇവിടെ നമുക്ക് നല്ല വേഷങ്ങളുണ്ട്, അത്യാവശ്യം തൊഴിലുണ്ട്.
അപ്പൊ പിന്നെ അതിനുവേണ്ടി ഇപ്പൊ അമ്മ കഥാപാത്രമൊക്കെ കുറവല്ലേ, അതെ ഉണ്ടെങ്കിൽ തന്നെ 2 ദിവസം നായകനും നായിക അമ്മയില്ലാത്ത സിനിമകളല്ലേ വരുന്നത്, അവരുടെ ഒരു വഴി കൂടെ അവരുടെ മാത്രം. അപ്പൊ പിന്നെ അതിന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സാങ്കല്പികമാണ് ഇപ്പം അമ്മ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ചിലപ്പോ അമ്മ തിരിഞ്ഞു നിന്ന് ഡയലോഗ് പറയുന്നതായിരിക്കാം, നമ്മൾ അങ്ങനെ പോയി ചെയ്യേണ്ട കാര്യമില്ല. ഡയലോഗ് മാത്രം കേൾപ്പിക്കും ചിലപ്പോ, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഇഷ്ടം പോലെ അവസരമുണ്ട്, നമുക്ക് ചെയ്യാൻ വയ്യാത്ത കുഴപ്പമേ ഉള്ളൂ. 3 സീരിയൽ അമൃതയില് മീര എന്ന് പറഞ്ഞിട്ട്, പിന്നെ സൂര്യയില് കളിവീട്, ഇവിടെ മഴവിൽ മനോരമയിലെ മണിമുത്ത്. കളിവീട്ടിനകത്ത് എനിക്കൊന്ന് അലിഫും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാരും ചേഞ്ച്. എങ്ങനെ 3 കൂടെ എങ്ങനെ? അല്ല, ഇത് 15 തൊട്ട് 30 വരെയാ മണിമുത്ത്. അന്നേരം വേറെ ഒന്നും കൊടുക്കുന്നില്ല, ഇവിടെ തന്നെ 10-12 ദിവസത്തെ വർക്ക് കാണും. മീരയും അത് 1 തൊട്ട് 15 വരെ. അപ്പൊ അത് അവര് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അതെ അതെ അതെ. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട് ചേച്ചി. നമ്മള് പേഴ്സണലായിട്ട് ഞാൻ അധികം ബോറടിപ്പിച്ചില്ലെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, നമ്മള് ശരിക്കും ഇത് അങ്ങനെയല്ലല്ലോ, സംസാരിക്കുമല്ലോ. അതെ അതെ അതെ. താങ്ക് യു സോ മച്ച് ചേച്ചി. കഥാപാത്രം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് പറയാമോ? നമ്മുടെ മണിമുത്തിലെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളാണ് അവന്തിക, അവന്തികയുടെ ക്യാരക്ടർ. അപ്പോൾ അവന്തികയുടെ ഹസ്ബൻഡിനോട് പെട്ടെന്നൊരു യാദൃച്ഛികമായിട്ട് കല്യാണം മുടങ്ങിയിട്ട് ഓഫീസിലുണ്ടായിരുന്ന ആൾ തന്നെ കല്യാണം കഴിക്കുകയാണ്. പക്ഷേ എൻ്റെ കഥാപാത്രത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു. ഇവളുടെ ജീവിതം അന്നേരം രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ അന്നേരം പുള്ളിയെ കൊണ്ട് കെട്ടിക്കുന്നതാണ്. എന്തോ നമ്മളുടെ കുടുംബത്തിന് ചേരുന്ന ആളല്ല എന്ന് അന്ന് തൊട്ടേ ഈ അമ്മയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അവനെ കുട്ടി നമ്മളത് വളർത്തുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോഴാണ് ഈ ജോലിക്കാരിയിലൊരു കുട്ടിയുമായിട്ട് വന്ന് കയറുന്നത്. ശരിക്കും ഇയാളുടെ മകളാണത്. അത് ഇവർക്കൊരു മനസ്സിലൊരിതുണ്ട് ആ കുട്ടി. അതുകൊണ്ട് മകളെ സംരക്ഷിക്കാൻ വേണ്ടി, അത് ഏതൊരു അമ്മ അങ്ങനെ ചിന്തിക്കുള്ളൂ, എൻ്റെ മകളുടെ ഭാവി മറ്റുള്ളവരുടെ കാര്യം നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവർ പറയുന്നതെല്ലാം കറക്റ്റാണ്. പക്ഷെ അത് കുട്ടികളോടാവുമ്പോൾ, ആ കുട്ടിയോടാവുമ്പം ജനത്തിന് നേരെ കുഞ്ഞിനോട് എന്ത് ഇതാണ്. പക്ഷെ എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഞാനാണ് ശരി. പക്ഷെ നോക്കുമ്പോൾ അങ്ങനെയല്ല, അങ്ങനൊരു കഥാപാത്രം. എങ്കിലും അമ്മ കഥാപാത്രങ്ങൾ ഇനിയും കുറേ അധികം ഇനി വരാൻ പോകുന്നു ചേച്ചിന്ന്. പുതിയ പുതിയ സീരിയലുകൾ, സിനിമകൾ വരട്ടെ. അത് മാത്രമല്ല, ഞങ്ങൾക്കൊരു നാടകത്തിലൊന്ന് കയറണമെന്നൊരാഗ്രഹമുണ്ട്, കാണണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും അത് സാധിക്കട്ടെ. അതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചേച്ചിയുടെ നമ്പർ തരാം, എവിടെയാലും വന്ന് കാണും. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളെപ്പോലുള്ള കലാകാരുടെ നട്ടൽ അവരാണ് അല്ലേ, അവരുടെ പ്രോത്സാഹനമൊക്കെയാണ് നമ്മളെ പിന്നെയും പിന്നെയും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ പ്രോത്സാഹനവും ഇനിയും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ തന്നെ ഇനിയും നല്ല ആയുസ്, ആരോഗ്യ സൗഖ്യങ്ങളൊക്കെ ദൈവം തരട്ടെ. നല്ല കുറേ കഥാപാത്രങ്ങൾ ഇനിയും വരാനുണ്ട്, വരട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു കവിയർ പെണ്ണും അല്ലെങ്കിൽ നമ്മളെ ലളിത ചേച്ചി അങ്ങനെയൊക്കെയുള്ള താരതമ്യപ്പെടുത്തുമല്ല, ആ ഒരു ഇതിലേക്ക് വരട്ടെ, അവരായിട്ട് നമ്മളെ താരതമ്യം ആ ഒരു ലെജൻഡറിയിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാ ഭാഗങ്ങളും താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു.